സുർജിത്ത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. സുർജിത്ത്, ഇപ്പോഴും കാണാമറയത്താണ് കടുവയുള്ളത്. ഇത്തരത്തിലുള്ള അനൗൺസ്മെന്റ് നല്ലതാണ്, പക്ഷേ അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ ആ മേഖലയിലുള്ള ആളുകളുടെ പേടിയും ആദ്യം കൂടുകയല്ലേ ഉള്ളൂ സുർജിത്ത്? തീർച്ചയായും കടുവയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ ഹാഷ്മി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുക എന്നുള്ള നടപടി വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അതുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അത്ര സജീവമായ രീതിയിലുള്ള തെരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. കടുവ ഇന്ന് രാവിലെ ക്യാമറ ട്രാപ്പും ഒപ്പം തന്നെ നിരീക്ഷണ ക്യാമറകളും പരിശോധിച്ചപ്പോൾ കടുവയുടെ സാന്നിധ്യം ഇതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫിസിക്കൽ പരിശോധനയിലേക്ക് ഇവരെത്തിയിട്ടുള്ളത്. നേരിട്ട് വനം വകുപ്പ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് കന്നാരമ്പുഴ മുതൽ ഈ തോട്ടം മേഖലയിലേക്ക് പരിശോധന നടത്തി വരുന്നത്. ഒരു ഇവിടുത്തെ ചെതലത്ത് റേഞ്ചിന് കീഴിലുള്ള സംഘം തന്നെയാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. മാത്രമല്ല എന്തെങ്കിലും തരത്തിൽ, അതായത് ഈ കടുവയുടെ എന്തെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങൾ കിടന്ന പാട്, കാൽപ്പാട്, ഇതെല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് വനംവകുപ്പ്. അത്തരത്തിലാണ് ഈ ദൗത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. മാത്രമല്ല ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇത് തോട്ടം മേഖലയാണ്, വീടുകൾ ധാരാളമുണ്ട്, ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ചകളിലൊക്കെ സജീവമാകുന്ന ഒരു സ്ഥലമാണിത്. പക്ഷേ തീർത്തും മ്ലാനമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. ഇനിയുള്ളത് കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു ദൗത്യം കൂടി ഇന്ന് നടപ്പാക്കുന്നു. 2 കുങ്കിയാനകളെ മുത്തങ്ങയിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒന്ന് കോന്നി സുരേന്ദ്രനാണ്, ഒരു ആന. PT7 ഉൾപ്പെടെയുള്ള ദൗത്യത്തിൽ പങ്കെടുത്ത, തണ്ണീർക്കൊമ്പൻ ദൗത്യത്തിലടക്കം പങ്കെടുത്ത ആ ആനയാണ്. കോന്നിയിൽ നിന്ന് ലാഹ വനത്തിൽ നിന്ന് കിട്ടിയ കുട്ടിയാനയാകുമ്പോൾ കിട്ടിയ ആ ആനയാണ്. ആ ആന ഇപ്പോൾ മുത്തങ്ങയിലാണുള്ളത്. ആനയെ ഇവിടേക്ക് കൊണ്ടുവരും. അതിനൊപ്പം തന്നെ വിക്രം എന്ന് പറയുന്ന വടക്കനാടൻ കൊമ്പൻ, ഒരു കാലത്ത് ഈ വയനാടിനെ വിറപ്പിച്ച കൊമ്പനാണ്. ആ കൊമ്പൻ പിന്നീട് ഈ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടുകയും അതിനെ കുങ്കിയാനയാക്കി മാറ്റുകയും ചെയ്തിട്ടുള്ള വടക്കനാടൻ കൊമ്പൻ എന്ന വിക്രമനെയും ഇവിടേക്ക് എത്തിക്കുകയാണ്. ആ ഒരു ദൗത്യത്തിലേക്ക് വനംവകുപ്പ് കടക്കുന്നു. ഏതാണ്ട് 1 മണിക്കൂറിനകം തന്നെ മുത്തങ്ങയിൽ നിന്ന് പുൽപ്പള്ളിയിലേക്ക് ആനയെ കൊണ്ടുവരും. ആളുകളെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. ചേട്ടാ വിജയൻ ചേട്ടല്ലേ, ചേട്ടാ എത്രമാത്രം നിങ്ങൾക്ക് പേടിയുണ്ട്? എന്താണ് ഒരു അവസ്ഥ? ഇറങ്ങി നടക്കാൻ പറ്റിയില്ല. വെളുപ്പിനെ ഇറങ്ങാൻ പറ്റില്ല, രാവിലെ ഇറങ്ങാൻ പറ്റിയില്ല, ഒരു കാരണവശാലും ഇറങ്ങാൻ പറ്റിയില്ല. കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റിയില്ല. എല്ലാവരും ആൾ കൂട്ടത്തിൽ പോകണം. കൂട്ടത്തിൽ പോയാലേ പിള്ളേരെ സ്കൂളിൽ വിടാൻ പറ്റുള്ളൂ. ഞായറാഴ്ച ശരിക്കും സജീവമാവേണ്ട സ്ഥലമാണല്ലേ? ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് ആരും ഇല്ലാത്ത ദിവസം എന്നാ ആരും കാണുന്നില്ല. എന്തായാലും ഇവർക്കൊക്കെ ഈ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇതിനകത്ത് അതായത് ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ ചുറ്റളവിലടക്കം പരിശോധന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഈ പ്രദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജനവാസം ഒപ്പം ഉള്ള മേഖല, കാപ്പി കൃഷി, മറ്റ് കമുകിൻ കൃഷി, ഒപ്പം തന്നെ കുരുമുളക് കൃഷി, ഇതെല്ലാം ഉള്ള ഒരു പ്രദേശമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായുള്ള ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് ഈ നാണ്യവിളകളൊക്കെ പറിക്കുന്ന ഒരു സമയം കൂടിയാണ്, കാപ്പിക്കുരു ഒക്കെ പറിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് ആശങ്ക. 2 ആടുകളെ ഇതിനകം തന്നെ ഈ കടുവ കൊന്നു കഴിഞ്ഞിട്ടുണ്ട്. അതായത് തൊട്ടടുത്ത് വീടുള്ള ജോസഫ് എന്ന് പറയുന്ന, നാരകത്തറയിൽ ജോസഫിന്റെ വീട്ടിലെ ആടിനെയാണ് ആദ്യം കടുവ കൊന്നത്. അതിന്റെ അടുത്ത ദിവസം തന്നെ മറ്റൊരു സ്ഥലത്തു കൂടി, അതായത് തൊട്ടടുത്ത ദിവസങ്ങളിലായാണ് തൊട്ടടുത്തുള്ള രതികുമാർ എന്ന് പറയുന്ന ആളുടെ വീട്ടിലെ തൊഴുത്തിൽ നിന്ന് ആടിനെ പിടിച്ച് അത് കയറ് പൊട്ടിച്ചു കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ വലിയ രീതിയിൽ, അതാണ് ഈ ആശങ്കയ്ക്ക് ആധാരവും. ഇതേ തുടർന്ന് വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി ആളുകളെല്ലാം തന്നെ രംഗത്ത് വന്നിരുന്നു. അവർ ഈ DFO റേഞ്ച് ഓഫീസിലേക്ക്, ചെതലത്ത് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നതാണ്. എന്തായാലും ആളുകളെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്നലെ ഉന്നതതല യോഗം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പ്രമോദ് ജി കൃഷ്ണൻ ഇവിടെ നേരിട്ടെത്തി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം ജനങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ദൗത്യം നടപ്പാക്കുക എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, കൽപ്പറ്റ പെരുന്തട്ടയിലും സമാനമായ രീതിയിൽ ആശങ്കയുണ്ട്. വിവിധ ഇടങ്ങളിലെല്ലാം തന്നെ ഈ കാട്ടാന ശല്യമുണ്ട്, പുലിശല്യമുണ്ട്, കാട്ടുപന്നിയുണ്ട്, കുരങ്ങുണ്ട്. അങ്ങനെ വന്യമൃഗങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുന്നൊരവസ്ഥ വയനാടിനെ സംബന്ധിച്ചുണ്ട്. പക്ഷേ ജനങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള നടപടികളാണ് വനംവകുപ്പ് നിർവഹിക്കുക എന്നുള്ളതാണ്. വയനാട് മാത്രമല്ലോ സുർജു എന്ന് പറഞ്ഞ് നോക്കൂ, എൽദോസ്, അമറിലാഹി, മണി 3 മനുഷ്യരെയാണ് കാട്ടാന അതിനിഷ്ഠൂരമായി ചവിട്ടിക്കൊന്നത് കഴിഞ്ഞ ഏതാനും കാലങ്ങളായി. അതിനുശേഷം കാട്ടാന ഇറങ്ങാതിരിക്കുന്നുണ്ട്. കടുവ, പുലി, കാട്ടുപന്നി, മലയോര മേഖലയിലുള്ള മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത വല്ലാത്ത സാഹചര്യം അവിടെയുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രശ്നപരിഹാരത്തിന്റെ ആലോചന പോലും ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അത് സംശയമാണ്.